നമുക്ക് ബാലിന്റെയും കോമഡിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടു. ഒടുവില് ഹാരിന് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. മിത്ര ഇങ്ങനെയൊന്നും പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആരും കരുതിയത് മിത്ര കൃഷ്ണമംഗലത്തേക്ക് തിരികെ പോകും, അച്ഛനും അമ്മയൊക്കെ വന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പോകുമെന്ന് വിചാരിച്ചിരുന്ന. പക്ഷെ മിത്രയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പക്ഷെ അടി കിട്ടിയത് മുഴുവൻ കൃഷ്ണമംഗലംകാർക്കായിരുന്നു. അച്യുതന്റെയൊക്കെ അവസാന പ്രതീക്ഷയായിരുന്നു മിത്ര. മിത്രയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമായിരുന്നെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടത്താം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി. ഇനിയിപ്പൊ ആ പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒടുവില് അലോകിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട് അച്യുതൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക് വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു. അലോകിന് താൻ പുറത്തിറങ്ങുന്നുള്ള പ്രതീക്ഷകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. തനിക്ക് ശിക്ഷ കിട്ടുമെന്നൊരു ചിന്തയായിരുന്നു. അച്യുതൻ പറഞ്ഞു, നീ പേടിക്കണ്ട മോനെ, എന്ത് സംഭവിച്ചാലും ശരി നിന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. പക്ഷെ അലോകിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അലോക് പറഞ്ഞു, അച്ഛാ എനിക്കറിയാം എനിക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അവൾ അങ്ങനെയല്ലേ മൊഴി കൊടുത്തിരിക്കുന്നേ. സാരമില്ലട മോനെ, രവിവർമ്മ വക്കീലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഏറ്റെടുത്ത കേസ് ഇതുവരെയായിട്ട് ഒന്നും മോശമായി പോയിട്ടില്ല, അതായത് തോറ്റു പോയിട്ടില്ല. എല്ലാ കേസുകളും ജയിച്ചിട്ടുള്ളൂ. ഈ കേസും അതെ, നിന്റെ കേസും അങ്ങനെ തന്നെയാ. നിന്നെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്റെ ഈ അച്ഛൻ ജീവനോട് ഇരുന്നിട്ട് എന്താ കാര്യം ഇരിക്കണേന്നൊക്കെ പറഞ്ഞ് അലോകിനെ സമാധാനിപ്പിച്ചു. പിന്നീട് രവിവർമ്മ വക്കീലിനെ പോയി കാണുന്നുണ്ട്. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, അതെ, അവനെ പുറത്തിറക്കണമെങ്കിൽ ഇനി അവള് കേസ് പിൻവലിക്കണം. 15-ാം തീയതി പറയുന്നൊരു ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് അവൾ ഇനി മൊഴി മാറ്റോ അല്ലെങ്കിൽ കേസ് പിൻവലിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ പുറത്തിറക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല വഴി അതാണ്. പിന്നെ ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷെ ഭയങ്കര ടെൻഷനാണ്. കാരണം 15-ാം തീയതി എന്ന് പറയുന്നൊരു ദിവസം തന്റെ മനെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ കോടതി കൂടുന്ന സമയത്ത് അവന് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മോൻ ജയിലിൽ പോയി കിടക്കും. ആ ആണും പെണ്ണുമായിട്ട് ആകപ്പാടെ ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു ചിന്ത അച്യുതന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുവാണ്. അപ്പൊ അവൻ ചെയ്ത തെറ്റുകളൊക്കെ അതിനെ കുറിച്ചൊന്നും അച്യുതൻ ചിന്തിക്കുന്ന പോലുമില്ല. ശരിക്കും അച്യുതനാണ് വളം വെച്ചു കൊടുത്തത്. ആദ്യമേ തന്നെ നേർവഴിക്ക് നടത്തുവാണ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിന് പകരം ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്റെ മനസ്സിനെ ഇളക്കി വിട്ടതും കൂടെ അച്യുതനും കൂടെയാണ്. ഇങ്ങനെ പകയും വിദ്വേഷവും ഇരു കുടുംബക്കാരും തമ്മിലുള്ള അത് അലോകിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പെരുത്തു. എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്താൽ മതി എന്നൊരു പ്രതികാര ബുദ്ധിയായിരുന്നു. പക്ഷെ മിത്ര കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അലോക് തന്റെ മനസ്സിലൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലോകിന് എന്തോ ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയം കടയിലെ കാര്യങ്ങളെല്ലാം ഒട്ടുമിക്കാനും നോക്കുന്ന ശ്രീദേവി തന്നെയാണ്. അപ്പം ബാലന് ഇപ്പം കേസും കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ പോകണം, പിന്നെ ഡീലറെ കാണാൻ പോകണം, അങ്ങനെ നൂറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശ്രീദേവിയാണ് കടയിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നത്. കൂടെ സഹായത്തിന് രാമേട്ടനൊക്കെ ഉണ്ട് താനും. ഈ സമയത്ത് ആനന്ദാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. ഇനി എങ്ങാനും എന്തേലും ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടോ, പണം അടിച്ചു മാറ്റുന്ന ആരാന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. ഒന്നെങ്കിൽ ശ്രീദേവി അല്ലെങ്കിൽ അവളുടെ അച്ഛൻ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ 1-2 വട്ടം ഉദയഭാനു കടയിലേക്ക് വന്നെങ്കിലും ഉദയഭാനുവിന് പണം അടിച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ശ്രീകല ഉദയഭാനോട് പറഞ്ഞു, ഉദയേട്ട ഈ വീട്ടിൽ ഒരു സാധനം പോലും ഇല്ല, നിങ്ങള് ലോട്ടറി അടിക്കൊന്നും പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം 2-3 ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ല. അത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്, അതിലുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഉദയേട്ട അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതെ വലുതും കൊണ്ടത്തരോണ വെച്ചുണ്ടാക്കി തരും, അല്ലെങ്കിലുണ്ടല്ലോ. ഇവിടെ ഉദയഭാനു വിചാരിച്ചു, കോമഡി സ്റ്റോഴ്സിലേക്കൊന്ന് പോയി നോക്കാം, കിട്ടിയാല് കിട്ടി എന്നൊരു ചിന്തയായിരുന്നു. പഴയതുപോലെ അല്ല, ഇപ്പൊ അവള് തന്നെ നന്നായിട്ട് തന്റെ മോള് വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്തിരി എന്തേലും ഒന്ന് അടിച്ചു മാറ്റാൻ പറ്റുവാണെങ്കിൽ എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അങ്ങനെ പതിവ് പോലെ ഉദയഭാനു നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീദേവിയും രാമേണ്ണും അവരൊക്കെ കടയിലുണ്ടായിരുന്നു. ഉദയഭാനു ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ശ്രീദേവി ആണെങ്കിലോ അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് ഓർത്തായിരിക്കുന്നത്. കാരണം അച്ഛൻ ഈ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് പണിയാണ്, എന്തോ ഒരു കാര്യ ഉദ്ദേശത്തോടെ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പാണെങ്കിലും അച്ഛന്റെ വരവ് അത്ര ശരിയായിട്ടുള്ള വരവല്ല. അച്ഛൻ കടയിൽ വന്ന് ഓരോ സാധനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ബാലച്ചനൊക്കെ ഉണ്ടെങ്കിൽ തനിക്കാണ് നാണക്കേട്. അത് മാത്രമല്ല അച്ഛനോട് പൈസ മേടിക്കാന്ന് പറഞ്ഞാൽ അത് അവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അച്ഛനാണെങ്കിലോ അതാണെങ്കിൽ തഞ്ചും തായം കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യും, എങ്ങനെയെങ്കിലും കടയിലെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ശ്രീദേവി മനസ്സ് വിചാരിച്ചു.
അന്ന് ഉദയഭാനുവിന് എന്താണെങ്കിലും പണം മോഷ്ടിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ബാലനൊക്കെ ഉണ്ടായിരുന്നു. ബാലൻ പോയതുമില്ല. അന്നത്തെ ഉദയഭാനുവിന്റെ വരവ് അങ്ങനെ നഷ്ടത്തിലായിപ്പോയി. എന്നാലും ഉദയഭാനു അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന സമയത്ത് ഉദയഭാനു ശ്രീദേവി പറഞ്ഞു, മോളെ നിന്റെ ശമ്പളം അധികം വൈകാതെ കിട്ടുമല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ശമ്പളം കിട്ടുമ്പോ ആ പൈസ ഉദയഭാനുവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 50,000 രൂപ ശമ്പളം കിട്ടുമെന്നാ ശ്രീദേവി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയില്ല ഉദയഭാനു. ശ്രീദേവി പറഞ്ഞു, അധികം വൈകാതെ കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടുമ്പോ എനിക്ക് തന്നേക്കണം, പിന്നെ ഞാൻ തരുമെന്ന് പറഞ്ഞു. ശ്രീദേവി വെറുതെ പറഞ്ഞാന്നുള്ള കാര്യം ഉദയഭാനുവിന് അറിയത്തില്ലോ. 50,000 രൂപ ശമ്പളമൊക്കെ തനിക്ക് കിട്ടുമെന്ന് വെറുതെ പറഞ്ഞായിരുന്നു ശ്രീദേവി. അത് വിശ്വസിച്ചാണ് ഉദയഭാനു പോകുകയും ചെയ്തത്. എന്നാൽ സാരമില്ല, അടുത്ത ദിവസം വന്ന് ശമ്പളം വാങ്ങിക്കാം. ഇന്നൊന്നും കിട്ടിയില്ല. ആ ബാലനില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കടയിൽ ഇത്തിരി സാധനം അവളുടെ കയ്യെ കാലം വീണിട്ടാണെങ്കിലും മേടിക്കായിരുന്നു. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എന്ത് പറയും ശ്രീകലയോട്? ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ഉദയഭാനു പോകുന്നത്. 2 ദിവസത്തോടെ കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു ചിന്തയുണ്ട്. ഇതേ സമയത്ത് അച്യുതനെ വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാശ്രീ ചോദിച്ചു, എന്തായി അവനെ കണ്ടിട്ട്? അവൻ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറയാനായിട്ട്, എൻ്റെ മോന്റെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, എടാ മോനെ, വക്കീലിനെ കണ്ടോ? വക്കീലിനെ കണ്ടു. ഒരു കാര്യം ഞാൻ പറയാമേ, അടുത്ത ദിവസം എന്താണെങ്കിലും കോടതി കേസ് വിളിക്കും. ആ സമയത്ത് എൻ്റെ മോനെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അച്യുതൻ ജീവനോടെ ഇരിക്കില്ല. അമ്മയ്ക്ക് അമ്മയുടെ മകനെ നഷ്ടപ്പെടും. അമ്മയുടെ കൺമുന്നിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം തീർക്കുമെന്ന് പറഞ്ഞു. എടാ മോനെ, നീ എന്തൊക്കെയാ പറയണേ? ഇനി ഒരു മാറ്റമില്ല അമ്മേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷ സമാധാനമായിട്ടെ. എനിക്ക് 10 പലതൊന്നുമില്ല. ആകപ്പാടെ ഒന്നു മാത്രമേ ഉള്ളൂ. അവനെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല, ഞാൻ ജീവനോടെ ഇരിക്കില്ല. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, അതെ അച്യുതേട്ടൻ വിഷമിക്കേണ്ട, അച്യുതേട്ടൻ്റെ ഒപ്പം ഞാനും ഉണ്ട്. ഞാനും അച്യുതേട്ടൻ്റെ ഒപ്പം തന്നെ തീരൂന്ന് പറഞ്ഞു. എൻ്റെ മോനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാമ്മ ആകപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യാനാ? അവരൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തേലും ചെയ്യാൻ പറ്റുമോ? എന്തേലും പറയാൻ പറ്റുമോ? അമ്മയായി പോയില്ലേ. കോമതി മകളാണ്, അതുപോലെ അച്യുത മകനുമാണ്. ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടന്ന് പെടുന്ന ആൾ ഇന്ദിരാമ്മയാണ്. ഇന്ദിരാമ്മ നല്ലത് പറഞ്ഞു കൊടുത്താൽ അച്യുതന്റെ തലയിലേക്ക് പണ്ട് മുതലേ കയറത്തില്ലായിരുന്നു. ഇതിൽ തന്നെയാ കാണിക്കുന്നേ. അതുകൊണ്ട് ഇന്ദിരാമ്മയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു തന്നെ അവരോട്. പക്ഷെ സ്വന്തം മകൻ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഏതമ്മയ്ക്കാ പിടിച്ചു വെക്കാൻ പറ്റുന്നേ? എത്ര വലിയ തെറ്റ് ചെയ്താണെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലോ. മാത്രമല്ല കൊച്ചുമാന് ശിക്ഷ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒടുവിൽ ഇന്ദിരാമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴി ഗോമതിയെ കാണുവാണ്. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ ഗോമതിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയാണ്. എന്നിട്ട് പറഞ്ഞു, ഗോമതി, അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്യുതനും രാജശ്രീയൊന്നും പിന്നെ ജീവനോടെ ഇരിക്കില്ലെന്നാ പറഞ്ഞേ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. നെഞ്ചു പൊട്ടി ഞാൻ മരിക്കത്തുള്ളൂ. എന്റെ കൊച്ചുമോനെയും കൂടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടാ പിന്നെ ഞാൻ ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അമ്മ, അതിന് ഞാന് അവൻ തെറ്റ് ചെയ്തു, ശരി തന്നെ. പക്ഷെ അവനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ മക്കളൊക്കെ അങ്ങനെ കിടക്കുന്നാണ്ട പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്മ കരയുക. നീ ഒന്ന് സംസാരിക്കുക, എങ്ങനെയെങ്കിലും ആലോകനെ പുറത്തെത്തിക്കാനായിട്ട് നീ ബാലനോടൊന്ന് പറ. ആ കേസ് ഒന്ന് പിൻവലിക്കാൻ എന്തേലും പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഗോമതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാതെ ഭീതി നിറയ്ക്കുവാണ്. ഈ സമയം ഗോമതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അത് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ പോയി കഴിഞ്ഞപ്പോൾ ഗോമതി വളരെ ടെൻഷനോടെ വീട്ടിലേക്ക് വന്നേ. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയൊക്കെ കാര്യം എന്താന്ന് തിരക്കി. മീനാക്ഷിയോട് കാര്യം പറഞ്ഞു. ഞാൻ വഴുകുന്ന വഴിക്ക് അമ്മയെ കണ്ടെന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അവന് ശിക്ഷ കിട്ടുക തന്നെ വേണോ അമ്മേ? അവനെ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കിട്ടണം. ഇതെങ്ങനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. മോളെ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിലോ അവൻ എത്ര നാൾ അകത്ത് കിടക്കേണ്ടി വരും? ഇത് അനുസരി കേട്ടു. അനുസരിക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷയല്ല. പക്ഷെ അവന് ശിക്ഷ കിട്ടി അകത്തേക്ക് പോയാൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ആ ഒരു പേടി അനുസരിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ ബാലന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് 15-ാം തീയതി വരുവാണ്. അപ്പൊ രാവിലെ തന്നെ കോടതിയിലേക്ക് പോകാനായിട്ട് ഗോമതി റെഡിയായി കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, നീ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗോമതി, നീ വരേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ കോടതി വന്നിട്ട് എന്തൊക്കെയാന്ന് അറിയാലോ നിനക്ക്. അത് സാരമില്ല, എനിക്കിവിടെ ഇരുന്ന് ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിലേക്ക് പോകാനായിട്ട് ഗോമതി അനുസരിയുടെ ഒപ്പം ഇറങ്ങി. ആരിനും ബാലനും കൂടെയാണ് കൂടെ പോകുന്നത്. ഈ സമയം അച്യുതനും രാജശ്രീയൊക്കെ കോടതിയിലേക്ക് വേണ്ട ഇറങ്ങുവാണ്. രാജശ്രീയോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും വരുമെന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ ബലമായിട്ട് അതിനോട് പോകാൻ തുടങ്ങുവാണ്. എനിക്ക് എൻ്റെ മകനെ കാണണം. എൻ്റെ മകനെ ഇന്ന് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാജശ്രീ വീട്ടിലേക്ക് തിരികെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങണേ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ്മയ്ക്കും ഭയങ്കര ടെൻഷനായി. എന്താ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ കോടതി മുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അനുസരിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അനുസരിയെ ബാലൻ സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് കോമതി പറഞ്ഞു, ബാലേട്ട
ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എങ്ങാനും ആ ലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എന്റെ അമ്മ നെഞ്ചു പൊട്ടി മരിക്കുമെന്നാ പറഞ്ഞേ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി വല്ലാതെ ആവുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീയുടെ നെഞ്ചു പടഞ്ഞു. എന്താ ഏതാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് കോടതിയിലേക്ക് എല്ലാവരും കൂടെ കയറുന്നത്. ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. അനുശ്രീ ഇനി മൊഴി മാറ്റി പറയുവോ അല്ലെങ്കിൽ ആ ലോകിന് ശിക്ഷ കിട്ടുമോ എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഒരുപക്ഷെ ചിലപ്പം ആ ലോക രക്ഷപ്പെടുമായിരിക്കും. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം ബാലൻ ചിലപ്പോൾ തന്റെ തീരുമാനം മാറ്റിയിട്ട് എന്തെങ്കിലും പറയുമോന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.